70,000 വോട്ടിന് ജയിച്ച മണ്ഡലത്തിൽ സ്റ്റാലിന് ഞെട്ടിക്കുന്ന തോൽവി. രാജ്യത്തെ വിസ്മയിപ്പിച്ച തമിഴകം. വീഴ്ത്തിയത് കുളത്തൂരിലെ പഴയ വിശ്വസ്തൻ. തമിഴ്നാട് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ DMK അധ്യക്ഷനും മുഖ്യമന്ത്രിയുമായ MK സ്റ്റാലിന് കുളത്തൂർ മണ്ഡലത്തിൽ അപ്രതീക്ഷിത പരാജയം. നടൻ വിജയുടെ പാർട്ടിയായ തമിഴക വെട്രി കഴകം സ്ഥാനാർത്ഥി VS ബാബുവാണ് സ്റ്റാലിനെ അട്ടിമറിച്ചത്. 2021 70,000-ലധികം വോട്ടുകളുടെ വമ്പൻ ഭൂരിപക്ഷത്തിന് വിജയിച്ച മണ്ഡലത്തിലാണ് ഇത്തവണ സ്റ്റാലിൻ അടതെറ്റി വീണത്. മുഖ്യമന്ത്രി തന്നെ പരാജയപ്പെട്ടത് തമിഴ്നാട് രാഷ്ട്രീയത്തെയും DMK കേന്ദ്രങ്ങളെയും രാജ്യത്തെയും ഒരുപോലെ വിസ്മയിപ്പിച്ചിരിക്കുകയാണ്. തെരഞ്ഞെടുപ്പ് ചരിത്രത്തിൽ സ്റ്റാലിൻ നേരിടുന്ന 4ാമത്തെ തോൽവിയാണിത്. സ്റ്റാലിന്റെ പഴയ വിശ്വസ്തനും DMK മുൻ MLAയുമായ VS ബാബുവാണ് ഇത്തവണ അട്ടിമറി വീരനായത്. 2011 കുളത്തൂരിൽ സ്റ്റാലിൻ ആദ്യമായി മത്സരിക്കുമ്പോൾ മണ്ഡലത്തിന്റെ തെരഞ്ഞെടുപ്പ് ചുമതലക്കാരനായിരുന്നു അന്ന് DMK വടക്കൻ ചെന്നൈ സെക്രട്ടറിയായിരുന്ന ബാബു. എന്നാൽ സ്റ്റാലിന്റെ ഭൂരിപക്ഷം 2700 കുറഞ്ഞതോടെ ബാബുവിനെ പദവിയിൽ നിന്നും നീക്കിയിരുന്നു. സ്റ്റാലിന്റെ അനിഷ്ടത്തെ തുടർന്ന് DMK വിട്ട് ADMKയിൽ ചേർന്ന ബാബു ഇക്കഴിഞ്ഞ ഫെബ്രുവരിയിലാണ് വിജയുടെ പാർട്ടിയിലെത്തിയത്. സ്റ്റാലിനെതിരായ തകർപ്പൻ വിജയത്തിലൂടെ മധുര പ്രതികാരം വീട്ടിയാണ് ബാബു ഇപ്പോൾ നിയമസഭയിലേക്ക് എത്തുന്നത്. അതേസമയം തമിഴ്നാട്ടിൽ വൻ കുതിപ്പുമായി വിജയുടെ TVK അധികാരത്തിലേറുമെന്നാണ് വ്യക്തമാകുന്നത്. അപ്രതീക്ഷിത തിരിച്ചടി നേരിട്ടതോടെ രാവിലെ വിജയം ആഘോഷിക്കാനായി എത്തിയ DMK പ്രവർത്തകർ ഒരുക്കിയിരുന്ന പന്തലുകളും കസേരകളും നീക്കുന്ന കാഴ്ചയാണ് ചെന്നൈയിലെ DMK ആസ്ഥാനമായ അണ്ണാ അറിവാലയത്തിൽ കാണാനാകുന്നത്. സാധാരണഗതിയിൽ തെരഞ്ഞെടുപ്പ് ഫലദിവസം സജീവമായിരിക്കുന്ന പാർട്ടി ഓഫീസ് ഇപ്പോൾ ഏറെക്കുറെ വിജനമായി കഴിഞ്ഞു. ആദ്യ തെരഞ്ഞെടുപ്പിൽ തന്നെ തമിഴ്നാടിന്റെ പരമ്പരാഗത ദ്രാവിഡ പാർട്ടികളെ ബഹുദൂരം പിന്നിലാക്കിയാണ് നടൻ വിജയുടെ നേതൃത്വത്തിലുള്ള തമിഴക വെട്രിക്കഴകത്തിന്റെ കുതിപ്പ്. നഗരപ്രദേശങ്ങളിൽ വിജയുടെ പാർട്ടിക്ക് ലഭിക്കുന്ന വൻ പിന്തുണ DMKയുടെ വോട്ട് ബാങ്കിൽ വലിയ രീതിയിലുള്ള വിള്ളലുണ്ടാക്കിയിട്ടുണ്ട്. 3 സംസ്ഥാനങ്ങളിലും ഭരണമാറ്റം. ഏറെ ഞെട്ടിയത് തമിഴ്നാടും സ്റ്റാലിനും. 1.5 പതിറ്റാണ്ട് കാലത്തെ മമതാ ഭരണത്തിനും അവസാനം. ബംഗാൾ, തമിഴ്നാട്, കേരളം തുടങ്ങിയ 3 പ്രധാനപ്പെട്ട സംസ്ഥാനങ്ങൾ ഭരണമാറ്റത്തിലേക്ക്. അപ്രതീക്ഷിത തോൽവി ഏറ്റുവാങ്ങിയ തമിഴ്നാട് രാഷ്ട്രീയമാണ് ഏറെ ഞെട്ടിച്ചത്. കേരളത്തിലും ബംഗാളിലും ഭരണമുന്നണി കടുത്ത മത്സരം നേരിടുമെന്ന് നേരത്തെ പ്രവചിക്കപ്പെട്ടിരുന്നെങ്കിലും DMKയുടെ പതനം അപ്രവചനീയമായിരുന്നു. കേരളത്തിൽ ഏറെ പ്രതീക്ഷയോടെയാണ് ഇരു മുന്നണികളും മത്സരിച്ചത്. നേരിയ ഭൂരിപക്ഷത്തിൽ ഭരണം നിലനിർത്തുമെന്ന LDF പ്രതീക്ഷിച്ചെങ്കിലും എല്ലാം തകിടം മറിയുന്നതായിരുന്നു ഫലം. നിലവിൽ 100 സീറ്റിനടുത്ത് UDF നേടുമെന്നാണ് കണക്കുകൾ. ഒരു സമയത്ത് മുഖ്യമന്ത്രി പിണറായി വിജയൻ പോലും സ്വന്തം മണ്ഡലത്തിൽ പിന്നിൽ പോയി. മത്സരിച്ച മന്ത്രിമാരിൽ 12 പേർ തോൽവി മുന്നിൽ കണ്ടു. UDF ആകട്ടെ പ്രതീക്ഷിച്ച വിജയം നേടി. കൃത്യമായ ആസൂത്രണത്തോടെ തുടക്കം മുതൽ 100 സീറ്റ് പ്രവചിച്ച ആത്മവിശ്വാസത്തോടെയായിരുന്നു കോൺഗ്രസും UDFും നേരിട്ടത്. ഇടതുപക്ഷത്തിന്റെ ഒരു കെണിയിലും വീഴാതെ തികഞ്ഞ ഒരുമയോടെ പ്രവർത്തിച്ചതിന്റെ ഫലം കൂടിയാണ് ലഭിച്ചത്. ബംഗാളിൽ 1.5 പതിറ്റാണ്ട് നീളുന്ന തൃണമൂൽ ഭരണത്തിനാണ് അവസാനമായത്. കഴിഞ്ഞ തിരഞ്ഞെടുപ്പുകളിലൂടെ പടിപടിയായി ഉയർന്ന BJP കേവല ഭൂരിപക്ഷം കടന്ന് മുന്നേറുന്ന കാഴ്ചയാണ് ബംഗാളിൽ കണ്ടത്. SIR ഉൾപ്പെടെ വലിയ വിവാദങ്ങൾക്ക് സാക്ഷ്യം വഹിച്ചതായിരുന്നു ബംഗാളിലെ തിരഞ്ഞെടുപ്പ്. എന്നാൽ ഇക്കുറി ബംഗാളിൽ ന്യൂനപക്ഷ വോട്ടുകൾ TMCയെ രക്ഷിച്ചില്ല എന്നതാണ് വസ്തുത.